ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വുഡാൻ. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പെർസെൻറ്റേജ്. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന ആളായാലും മാത്സിനകത്ത് വരുന്നൊരു ബേസിക് ടോപ്പിക് എന്ന രീതിയിൽ വരുന്ന സംഭവമാണ് എന്തെന്ന് പറയുന്നത് പെർസെൻറ്റേജ്. അതായത് നമ്മുടെ അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസിലേക്ക് പോയാലും അഡ്വാൻസ് ലെവൽ ടോപ്പിക്കിലേക്ക് നമ്മൾ നോക്കിയാലും അതിൻ്റെ എല്ലാം എവിടെയെങ്കിലുമൊക്കെ ഒരു പാർട്ടിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ ഒരു പാർട്ടിൽ നമുക്ക് എന്തായാലും ഒരു പെർസെൻറ്റേജിൻ്റെ ടോപ്പിക്ക് അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ നമ്മൾ എന്തായാലും കടന്നു പോകുന്നതാണ്. അപ്പം പെർസെൻറ്റേജ് തൊട്ട് സ്ട്രോങ് ആയിട്ട് പഠിച്ചു വരുന്ന ഒരാൾക്കാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് മാത്സ് ഈസി ആക്കി എടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് പെർസെൻറ്റേജിൻ്റെ ബേസിക് കൺസെപ്റ്റുകളും കാര്യങ്ങളിലേക്ക് നോക്കാൻ പോവാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഒരു പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്ന് നോക്കണം. അപ്പോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു P/Q ഫോമിൽ എഴുതുന്ന സംഭവത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഒരു പെർസെൻറ്റേജിനെ നമ്മൾ എങ്ങനെ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം, അതേപോലെ ഫ്രാക്ഷനെ എങ്ങനെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇതാണ് നമ്മൾ പെർസെൻറ്റേജിൻ്റെ ടോപ്പിക്കിൽ ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ട കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളൊരു ഫോൺ വാങ്ങിയെന്ന് വെച്ചോ. അപ്പോൾ ഫോണിനാണെങ്കിൽ ചാർജ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പം ചാർജ് ചെയ്യുന്ന സമയത്ത് 0 to 100% വരെ എന്നാണ് നമ്മൾ ചാർജിനെ പറയുന്നത് അല്ലേ? അതായത് നമ്മളൊരു 100% ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ബാറ്ററി ഫുൾ ചാർജ് ആയെന്നല്ലേ പറയുന്നത്. അപ്പം ഫുൾ ചാർജ് അല്ലെങ്കിൽ 100% എന്ന് പറയുന്നതിനകത്ത് നമ്മൾ പറയുന്ന ഫ്രാക്ഷനാണ് എപ്പോഴും 1 എന്ന് പറയുന്നത്. അപ്പം 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും 1 ഫ്രാക്ഷൻ എന്ന് ഓർക്കുക. ഓക്കെ, ഇനി അടുത്ത നമുക്ക് 50% നോക്കാം. 50%. 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100ൻ്റെ പകുതിയല്ലേ? 50 എന്ന് പറയുന്നത് 100ന് പകുതിയല്ലേ? അതായത് നമ്മൾ 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതല്ലേ 50. 100നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ 50 കിട്ടുന്നത് അല്ലേ? 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ 50 വരുന്നത്. അതേപോലെ നമ്മൾ ഈ 1നെയും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം 50% എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണെന്ന് പറയാം? 1/2 ആണെന്ന് പറയാം. പിന്നെ അടുത്ത നമുക്ക് നോക്കാം 25%. ഓക്കെ അല്ലേ? 25%. അതായത് 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് 25 കിട്ടുന്നത് അല്ലേ? 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 25 വരുന്നത്. അപ്പോൾ നമ്മുടെ 100ആയ 1നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? 25%. കുഴപ്പമുണ്ടോ? ഓക്കെ അല്ലേടാ? ഇനി അടുത്ത വേറൊന്ന് നോക്കാം. 12.5%. 12.5%. ഈ 12.5 എന്ന് പറഞ്ഞാൽ 25ൻ്റെ പകുതിയല്ലേ? 25 ഞാൻ 24 നോക്കുമ്പം 12 ബാക്കിയുള്ള 1ൻ്റെ പകുതി അര. അപ്പോൾ 25ൻ്റെ പകുതിയാണ് എത്രയെന്ന് പറയുന്നത്? 12.5 എന്ന് പറയുന്നത്. അപ്പോൾ 12.5യുടെ ഫ്രാക്ഷൻ എത്രയായിരിക്കും? 25ൻ്റെ ഫ്രാക്ഷൻ 1/8 ആണ്, 1/4 ആണെങ്കിൽ 12.5 എന്ന് പറയുമ്പോൾ 1/4ൻ്റെ പകുതി ആയിരിക്കത്തില്ലേ? അതായത് എത്ര വരും? 1/8 എന്ന് വരും. 1/8 എന്ന് വരും. എപ്പോഴും നമ്മൾ ഫ്രാക്ഷൻ്റെ പകുതി എടുക്കണമെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു P/Q എന്ന് പറയുന്ന ഫ്രാക്ഷൻ ആണെങ്കിൽ അതിൻ്റെ പകുതി എടുക്കണമെങ്കിൽ ഡിനോമിനേറ്ററിൽ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ അല്ലേ? അതായത് നമ്മളൊരു ഫ്രാക്ഷനെ ഇപ്പം ഞാനൊരു P/Q എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷനെ ഡിവൈഡഡ് ബൈ n ചെയ്യുവാണെന്ന് വെച്ചോ. അപ്പോൾ P/Q എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷനെ ഞാൻ n കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? എൻ്റെ ആ P/Qവിനകത്ത് ആ ക്യൂവിനെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന സംഖ്യ എന്താണോ ഡിവൈഡ് ചെയ്യാനുള്ളത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ P/Qവിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ P/Q ഇൻറ്റു n ആണെന്ന് പറയാം. അതേപോലെ 1/4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് 1/4 4 ഇൻറ്റു 2 അതാണ് 8 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ? ഇനി 12.5യുടെ പകുതി എത്രയായിരിക്കും? നമുക്ക് നോക്കാം. പോയിന്റ് അതേപോലെ ഞാൻ എഴുതുന്നു. 12ൻ്റെ പകുതി എത്രയാ? 6. 5ൻ്റെ പകുതി എത്രയാ? 2, 5. അപ്പോൾ 6.25% എത്ര വരും? 1/16 എന്ന് വരും. കാരണം 1/8ൻ്റെ പകുതിയല്ലേ? അപ്പോൾ 1/8ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഈ 8ൻ്റെ കൂടെ എനിക്ക് 2 ഗുണിച്ചു കൊടുത്താൽ പോരെ? അപ്പോൾ എത്ര വരും? 1/16 എന്ന് വരും. ഓക്കെ അല്ലേടാ? അപ്പം ആ പകുതി എടുത്തുള്ള നമ്മൾ സെറ്റെല്ലാം എഴുതി കഴിഞ്ഞ് ഇനി ഞാൻ 10% എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത് വെച്ചോ. 10%. ഓക്കെ,
ഇപ്പോൾ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 100നെ എനിക്ക് 10 ആക്കണം അല്ലേ? 100നെ 10 ആക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? 100നെ 10 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യാനുള്ളത്. അപ്പോൾ 100 എന്ന് പറയുന്ന ഒന്നിനെ ഞാൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ അല്ലേ? 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/10 ആയിരിക്കും എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ 20% എത്രയായിരിക്കും? 20% എന്ന് പറയുമ്പോൾ എത്രയാ? 100 എന്ന് പറയുന്ന ഒന്നിനെ 20 ആക്കണമല്ലേ? അപ്പോൾ 100നെ 20 ആക്കണമെങ്കിൽ എന്താ? 5 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഒന്നിനെ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എളുപ്പത്തിൽ എന്താ? പെർസെൻറ്റേജിനെ ഫ്രാക്ഷൻ ആക്കണം. ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ഒരു പെർസെൻറ്റേജിനെ എന്താ എനിക്ക് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ആ പെർസെൻറ്റേജിൻ്റെ വാല്യൂവിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഒരു പെർസെൻറ്റേജിനെ ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ എപ്പോഴും എന്താ? ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി. എക്സാമ്പിളായിട്ട് നമ്മൾ എന്താ? 20. 20% എന്ന് പറയുമ്പോൾ ഞാൻ എത്രയെന്ന് പറയാം? 20 ഡിവൈഡഡ് ബൈ 100 എന്ന് പറഞ്ഞൂടെ? ഒരു 0 കട്ട് ചെയ്ത് കളയാം. 2/10. 2/10 എന്ന് പറയുമ്പോൾ എത്ര വരും? 1/5 എന്ന് വരും. അപ്പം അങ്ങനെയും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ അല്ലേ? കുഴപ്പമുണ്ടാടാ? ഓക്കെ. ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇതേപോലെ ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കണമെന്ന് വെച്ചോ. അതായത് P/Q എന്ന് പറയുന്ന എനിക്കൊരു ഫ്രാക്ഷനെ എനിക്ക് പെർസെൻറ്റേജിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സെയിം ഇതേപോലെ P/Qനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് പെർസെൻറ്റേജ് ആയി മാറും. നമ്മളിവിടെ പെർസെൻറ്റേജിനെ ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടി 100 കൊണ്ട് ഡിവൈഡ് അല്ലേ ചെയ്യുന്നത്. അതേപോലെ ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കാനായിട്ട് എനിക്ക് എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ അടുത്ത നമുക്കെന്താ? 30% നോക്കാം. 30%. അപ്പോൾ 30% എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 30നെ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? ഒരു 0 കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? 3/10 എന്ന് വരും. ഓക്കെ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ 40% എത്രയായിരിക്കും? 40% എന്താ? 40നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 0 കട്ട് ചെയ്ത് കളയുന്നു. 4ഉം 10ഉം 2 വെച്ച് കട്ടാകുമ്പോൾ 2, ഇവിടെ 2 കൊണ്ട് പോകുമ്പോഴത്തേക്ക് 5. അപ്പോൾ എത്ര വരും? 2/5 എന്ന് വരും. ഈ 40%-നെടാ, ഈ 40%-നെ ഞാൻ ഇങ്ങനെ പറഞ്ഞൂടെ? 2 × 20% എന്ന്. 40നെ എനിക്ക് 2 × 20% എന്ന് പറഞ്ഞൂടെ? 40നെ 2 × 20 അല്ലേ 40 എന്ന് പറയുന്നത്. 20%-ന്റെ ഫ്രാക്ഷൻ നമുക്കറിയത്തില്ലേ എത്രയാ? 1/5 എന്ന്. അപ്പോൾ 2 × 1/5 ആണ് 40% എന്ന് പറഞ്ഞൂടെ? അതായത് എത്ര വരും? 2/5 എന്ന് വരും. അതേ 2/5 അല്ലേ നമുക്ക് കിട്ടിയത്. അപ്പം 40% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്താ? ഒറ്റയടിക്ക് കണ്ടുപിടിക്കാൻ അറിയത്തില്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന പെർസെൻറ്റേജിലേക്ക് മാറ്റാം. അതായത് എങ്ങനെയാ? 2 × 20 എന്ന് പറയാം. അല്ലെങ്കിൽ എത്രയാ? 4 × 10 എന്ന് പറയാം. അല്ലെങ്കിൽ എത്രയാ? 5 × 8 എന്ന് പറയാം. ഇങ്ങനെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ഓക്കെ. കുഴപ്പമില്ലല്ലോടാ. ഇനി നമുക്ക് ബാക്കിയുള്ള പെർസെൻറ്റേജ് കൂടി നോക്കാം. അപ്പം 30% നമ്മൾ എത്രയാണ്? 3/10 ആണ്. 40% 2/5 ആണെന്ന് പറഞ്ഞു. കുഴപ്പമില്ലല്ലോ. അതേപോലെ പെർസെൻറ്റേജിൻ്റെയും ഫ്രാക്ഷൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൺവേർഷൻസും പറഞ്ഞു. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പിന്നെ ചോദിക്കാറുള്ളതെന്ന് പറയുന്നത് ചെറിയ ക്വസ്റ്റ്യൻസ് കൂടുതലും കണ്ടുവരാറുള്ളത് എത്ര? 1/3, 1/6, 1/7, 1/8 നമ്മൾ പറഞ്ഞു, 1/9, 1/11 അങ്ങനെയൊക്കെയുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ മിക്ക ക്വസ്റ്റ്യൻസിനും നമ്മൾ കണ്ടുവരാറുള്ളതാണ്. അപ്പോൾ ഫ്രാക്ഷനെ നമ്മൾ എന്താ പെർസെൻറ്റേജിലേക്ക് മാറ്റണമെങ്കിൽ എന്താ? ഇൻറ്റു 100 ചെയ്താൽ പോരെ? അപ്പോൾ 1/3 ഇൻറ്റു 100 ആണ് നമുക്ക് ചെയ്യാനുള്ളത് അല്ലേ? അതായത് എത്രയാണ്? 100 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. സോൾവ് ചെയ്ത് വരുമ്പോൾ 33.33% എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് എന്താ? റക്കർ ചെയ്തായിരിക്കും പോകുന്നത്. അതായത് ഇങ്ങനെ 0.333 എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് പൊക്കോണ്ടിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? 33 1/3% എന്ന് പറയാം. ഓക്കെ അല്ലേ? 33 1/3% എന്ന് വരും. ഇനി 1/6 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കുംടാ? 3ൻ്റെ ഇരട്ടിയല്ലേ 6? അതായത് 3നെ 2 കൊണ്ട് ഗുണിച്ചപ്പോഴായിരിക്കത്തില്ലേ എനിക്ക് 6 കിട്ടിയത്? അതായത് അപ്പോൾ 33.33യുടെ പകുതി ആയിരിക്കത്തില്ലേ 1/6 എന്ന് പറയുന്നത്? അപ്പോൾ 33.33യുടെ പകുതി എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയാ? 16.6
63 എന്നായിരിക്കും വരുന്നത്. 33.33-ൻ്റെ എന്താ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് 16.67 എന്നായിരിക്കും വരുന്നത്. അങ്ങനെയല്ലെങ്കിൽ നമ്മൾ പെർസെൻറ്റേജ് ഫ്രാക്ഷനാക്കി പറയുമ്പോൾ 16 2/3% എന്ന് പറയും. 16 2/3%. ഓക്കെ അല്ലേ? അതേപോലെ നമ്മൾ 1/7 സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എത്രയാണ് 14.28% എന്നായിരിക്കും വരുന്നത്. 14.28% എന്നായിരിക്കും വരുന്നത്. നമ്മൾ 1/7 സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് എത്രയാണ് 14.28% എന്നായിരിക്കും വരുന്നത്. അതേപോലെ 1/9 ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പം എങ്ങനെയായിരിക്കും? 1/9 എന്ന് പറയുമ്പോൾ 100-നെ എത്രയാണ് 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ പോരെ. അപ്പം 100-നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 11.11 എന്ന് പറഞ്ഞായിരിക്കും പോകുന്നത്. എത്രയാണ് 11.11 എന്ന് പറഞ്ഞു പോകും. 11.11. അങ്ങനെയല്ലെങ്കിൽ നമ്മൾ ഫ്രാക്ഷനിൽ പറയുമ്പോഴത്തേക്ക് 11 1/9% എന്ന് പറയും. 11 1/9%. ഈ 14.28-ന് നമ്മൾ എങ്ങനെ പറയും? 14 2/7% എന്ന് പറയും. 14 2/7%. ഓക്കെ അല്ലേടാ? അതേപോലെ 1/11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയാ 9.09% എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ 9 1/11% എന്ന് വരും. എടാ ശ്രദ്ധിച്ചേ, നോക്കിയേ 1/9 വന്നപ്പം 11ൻ്റെ ടേംസിലാണ് നമ്മൾ മൊത്തം പറഞ്ഞത്. 1/11 വന്നപ്പം 9ൻ്റെ ടേംസിൽ നമ്മൾ മൊത്തം പറയും. മനസ്സിലായത്? രണ്ടും കൂടി കണക്ട് ചെയ്ത് പഠിച്ചിരിക്കാൻ ഓർത്ത് വെച്ചിരുന്നാൽ മതി. അതേപോലെ 1/9 വന്നു കഴിഞ്ഞാൽ എന്താ ഫ്രാക്ഷനിൽ നമ്മൾ പറയുമ്പോഴും 1/9 വരും. അത് കൂടാതെ ഒരു 11 കൂടി കാണും. 1/9 വരും. അത് കൂടാതെ നമുക്ക് എന്താ ഒരു 11 കൂടി വരും. അതേപോലെ 1/11 വരുന്ന സമയത്താണെങ്കിൽ എത്രയാ 1/11 കാണും. അതിൻ്റെ കൂടെ എത്രയാ ഒരു 9 കൂടി കാണുമെന്ന് പറയാം. ഓക്കെ അല്ലേടാ? ഇത്രയും കുഴപ്പമുണ്ടോ? അങ്ങനെയാണെങ്കിലേ എനിക്ക് 1/12 കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? 1/12 കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് 1/12 എന്ന് പറയുമ്പം 1/3 × 4 ആണെന്ന് പറഞ്ഞൂടെ? 1/12 എന്ന് പറയുമ്പം 1/3 × 4 ആണെന്ന് പറഞ്ഞൂടെ? ഓക്കെ അല്ലേ? ഇനി ഇതിനെ നമ്മൾ എന്താ ഇൻറ്റു 100 അല്ലേ നമുക്ക് ചെയ്യാനുള്ളത് പെർസെൻറ്റേജിലേക്ക് ആക്കുമ്പം. അപ്പോൾ ഈ 4ഉം 100 കൂടി കട്ട് ചെയ്ത് കളയുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 25 എന്ന് വരത്തില്ലേ? കാരണം 4 × 25 100 എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ 25/3 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എത്രയായി 8.33% എന്നായിരിക്കും വരുന്നത്. അപ്പോൾ 1/12 എന്ന് പറയുമ്പോൾ 8.33 എന്ന് വരും. അതും നമുക്ക് ഓർത്തിരിക്കാൻ 1/8 നമ്മൾ പറഞ്ഞപ്പം 12.5 ആണ്. അതായത് 8 വരുമ്പോൾ 12ൻ്റെ ടേം വെച്ചാണ് നമ്മൾ പറയുന്നത്. അതേപോലെ 12 വരുമ്പോൾ 8ൻ്റെ ടേം വെച്ചായിരിക്കും നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? 1/12 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എത്രയാണ് 8.33 എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് 1/12 എന്ന് പറഞ്ഞാൽ എന്താടാ 1/6ൻ്റെ പകുതി ആയിരിക്കത്തില്ലേ? അല്ലേ? 6നെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴല്ലേ നമുക്ക് 12 കിട്ടുന്നത്. അപ്പോൾ 1/6ൻ്റെ പകുതി ആയിരിക്കത്തില്ലേ നമ്മുടെ 1/12 എന്ന് പറയുന്നത്. അപ്പോൾ 1/6 എന്ന് പറഞ്ഞാൽ എത്രയാണ് 16.67. അതിൻ്റെ പകുതിയല്ലേ? 16ൻ്റെ പകുതി 8. 0.667. അപ്പോൾ എത്രയാണ് 33 അങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പോൾ എത്രയാണ് 8.33 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? കുഴപ്പമുണ്ട്? ഇതുവരെ ഓക്കെ അല്ലേടാ? ഇനി നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് വെച്ചോ. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ഒരു 62.5% ഫ്രാക്ഷൻ കണ്ടുപിടിക്കണമെന്ന് വെച്ചോ പെട്ടെന്ന്. 62.5% ഒരു വഴി നമുക്ക് എന്ത് ചെയ്യാം? 62.5-നെ 100 കൊണ്ട് ജസ്റ്റ് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താ ഫ്രാക്ഷനായിട്ട് കിട്ടും. അതൊരു വഴി. വേറൊരു രീതിയിലും നമ്മൾ പറയുവാണെങ്കിൽ 62.5-നെ എനിക്ക് എങ്ങനെ പറയാം? 50 + 12.5 എന്ന് പറഞ്ഞൂടെ? 62.5-നെ എനിക്ക് 50 + 12.5 എന്ന് പറഞ്ഞൂടെ? 50% ഫ്രാക്ഷൻ എത്രയാണ്? 1/2. 50% ഫ്രാക്ഷൻ എന്ന് പറയുമ്പം 1/2 ആണ്. പ്ലസ് 12.5 എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണ് നേരത്തെ പറഞ്ഞ എത്രയാണ് 1/8 ആണെന്ന് പറഞ്ഞു അല്ലേ? 12.5 എന്ന് പറയുമ്പോൾ 1/8 ആണ്. അപ്പോൾ 1/2-ഉം 1/8-ഉം കൂടി കൂട്ടിയാൽ പോലെ നമ്മുടെ ആൻസർ ആയില്ലേ? അപ്പോൾ 1/2-ഉം 1/8-ഉം കൂടി കൂട്ടുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഡിനോമിനേറ്റർ രണ്ടും
എന്താക്കണം? സെയിം ആക്കണം. അപ്പോൾ എന്താ? LCM ആക്കി കൊടുക്കണം. അപ്പോൾ ഇവിടെ 2 കിടക്കുന്നിടത്തും കൂടി നമ്മൾ എന്താക്കി കൊടുക്കണം? 8 ആക്കണം. അപ്പോൾ എന്താ? ഇൻറ്റു 4 ചെയ്യണം. താഴെയും മേളിലും. അപ്പോൾ എത്രയാ? 4 4 + 1 എന്ന് പറയുമ്പോൾ എത്രയാ? 5/8 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ 62.5% എന്ന് പറഞ്ഞാൽ എനിക്ക് എത്രയാണെന്ന് പറയാം? 5/8 ആണെന്ന് പറയാം. ഇത്രയും ഓക്കെ ആണോടാ? ഇത്രയും ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിമലിനെയും കൂടി എങ്ങനെ എന്താ, അതായത് ഇപ്പോൾ ഒരു പെർസെൻറ്റേജ് തന്നിട്ട് അതിൻ്റെ ഡെസിമൽ എന്താണെന്ന് ചോദിക്കാം. ഡെസിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. നമ്മൾ ഈ ഡെസിമലും ഫ്രാക്ഷനും ഒന്നാണെന്ന് എപ്പോഴും മൈൻഡിൽ വരണം. ഡെസിമലും ഫ്രാക്ഷനും ഒന്നാണെന്ന്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ പറയുവാണെങ്കിൽ 10% അല്ലേ? 10% എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാ? 1/10 ആണെന്നല്ലേ പറയുന്നത്? 10% എന്ന് പറയുന്നത് 1/10 ആണെന്ന് നമ്മളത് നേരത്തെ കണ്ട്. അതേ 10%ൻ്റെ ഡെസിമൽ എന്ന് പറയുമ്പോൾ എത്രയാ? ഈ 1നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരും? 0.1. 0.1 എന്ന് പറയുന്നതായിരിക്കും എന്ത്? ഡെസിമൽ എന്ന് പറയുന്നത്. അപ്പോൾ 10% എന്ന് പറയുമ്പോഴത്തേക്കും 1/10 ആണെന്നറിയാം. അപ്പോൾ ഡെസിമൽ എന്ന് പറയുമ്പോൾ 0.1. അതായത് ഡെസിമൽ കണ്ടുപിടിക്കണമെങ്കിലും ഫ്രാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ പെർസെൻറ്റേജിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ അല്ലേ? ഇനി അതേപോലെ തന്നെ ഡെസിമലിനെയും ഫ്രാക്ഷനെയും എന്താക്കണമെങ്കിൽ പെർസെൻറ്റേജ് ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡെസിമലിനെയും ഫ്രാക്ഷനെയും നമ്മൾ എന്താ പെർസെൻറ്റേജ് ആക്കി മാറ്റണമെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ചെയ്ത് നോക്കിയേ. 0.1നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ? ഒരു ഡെസിമൽ പോകാനായിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു 0 യൂസ് ചെയ്യും. ബാക്കി എത്രയാ? 10 എന്ന് വരും. ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേടാ? ശരി. ഇനി നമുക്ക് പഠിക്കാൻ ഈ പെർസെൻറ്റേജിൽ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നമ്പേഴ്സ് വെച്ചിട്ട് എന്താ കമ്പയർ ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ 50 ഉണ്ടായിരുന്ന സാധനം ഇപ്പം എത്രയായി മാറി? 30 എന്ന് പറയും. 50 ഉണ്ടായിരുന്ന 50 എന്ന് പറയുന്നൊരു നമ്പർ ഇപ്പം 30 മാറി. അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനമാണ് ചേഞ്ച് വന്നതെന്ന് ചോദിക്കാം. എത്ര ശതമാനം കൂടി അല്ലെങ്കിൽ എത്ര ശതമാനം കുറഞ്ഞ് എന്ന് ചോദിക്കാറുണ്ട്. ഒരു സംഖ്യ മാറി വേറൊരു സംഖ്യ ആകുമ്പോഴത്തേക്കും എത്ര ശതമാനമാണ് കൂടുന്നത് അല്ലെങ്കിൽ എത്ര ശതമാനമാണ് കുറയുന്നതെന്ന് നോക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 50-ൽ നിന്നും 30 മാറി അല്ലേ? 50-ൽ നിന്നും 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 അല്ലേ കുറയുന്നത്? ആ കുറയുന്ന സംഭവം, അതായത് കുറയുന്നത് അല്ലെങ്കിൽ കൂടുന്നത്, അതേ ഡിവൈഡഡ് ബൈ എന്തിൽ നിന്നാണോ മാറുന്നത് അത് ഇട്ട് കൊടുക്കുക. ഓക്കെ അല്ലേ? അതായത് 50-ൽ നിന്ന് 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായി? 20 അല്ലേ കുറയുന്നത്? ഇപ്പം 20 എന്ന് കൊടുത്തു. ഏതിൽ നിന്നാ കുറയുന്നത്? 50-ൽ നിന്നല്ലേ കുറയുന്നത്? ഇപ്പം 20 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു എത്രയാ? 100. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ എത്രയാ? 2/5 എന്ന് വരും. ഇവിടുന്ന് തന്നെ നമുക്ക് പറയാം 2/5 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം? 40%. 40% കുറഞ്ഞെന്ന് പറയാം. അപ്പോൾ കുറഞ്ഞെന്ന് കാണിക്കാനായിട്ട് നമ്മൾ എന്താ ഒരു മൈനസ് കൊടുത്താൽ മതി. 40% കുറഞ്ഞെന്ന് കാണിക്കാൻ മൈനസും, ഇനി അതല്ല കൂടിയെന്നാണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ എന്താ ജസ്റ്റ് ഒരു പ്ലസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കുറയുന്നതിന് നമ്മൾ മൈനസും കൂടുന്നതിന് പ്ലസ്സും എന്ന് പറഞ്ഞ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ 50 30 അതായത് 20 കുറയുന്നത്. ഏതിൽ നിന്ന് കുറയുന്നത്? 50-ൽ നിന്ന് കുറയുന്നത്. അപ്പം 50-ൽ നിന്ന് 20 കുറയുന്നത്. അതായത് 40% കുറയുന്നതെന്ന് പറയാം. ഓക്കെ അല്ലേടാ? ഇത്രയും ഓക്കെ അല്ലേ? ഇനി അതേപോലെ 50-ൻ്റെ എത്ര ശതമാനമാണ് 30 എന്ന് ചോദിക്കുകയാണെങ്കിൽ 50-ൻ്റെ എത്ര ശതമാനമാണ് 30 എന്ന് നമ്മുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? അപ്പം 50-ൻ്റെ എത്ര ശതമാനമാണ് 30 എന്നാണ് ചോദിക്കുന്നത്. അപ്പം 30 എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? അപ്പം എന്താ ആ കണ്ടുപിടിക്കാനുള്ള 30 ഡിവൈഡഡ് ബൈ എന്തിൻ്റെ എന്നാണ് പറയുന്നത്? 50-ൻ്റെ ഇൻറ്റു 100. അപ്പോൾ 0 0 വെട്ടുമ്പോൾ എത്രയാ? 3/5 എന്ന് വരും. 1/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയാ? 20% അറിയാം അല്ലേ? അപ്പോൾ 3/5 എന്ന് പറയുമ്പോൾ എനിക്ക് എന്തെന്ന് പറയാം? 3 ഇൻറ്റു 1/5 ആണെന്ന് പറഞ്ഞൂടെ? അപ്പോൾ 1/5 എന്ന് പറയുന്നത് 20% 20 ഇൻറ്റു 3 ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ ആയില്ലേ? എത്രയാ? 60% പറയാം. അപ്പോൾ 50-ൻ്റെ 60% എന്തെന്ന് പറയുന്നത്? 30 എന്ന് പറയുന്നത്. 50-ൻ്റെ 60% എന്തെന്ന് പറയുന്നത്? 30 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ? കുഴപ്പമുണ്ടോ?
ശരി. ഇനി അടുത്ത നമുക്ക് വരുന്നൊരു സംഭവമാണ്. ഇതിനകത്ത് നമ്മളെന്താ ഇപ്പോൾ ഒരു നമ്പർ തന്നിട്ട് സക്സസീവ് ആയിട്ട് കൂടുന്നു. അല്ലെങ്കിൽ അതായത് ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു 100 100 എന്ന് പറയുന്നൊരു നമ്പർ ഉണ്ടായിരുന്നു. അതിന് ഞാൻ ആദ്യമേ ഒരു 10% കൂട്ടുന്നു. അതിനുശേഷം ഞാൻ ഒരു 20% കൂട്ടുന്നു. ഓക്കെ അല്ലേ? 100നെ ഒരു 10% ഞാൻ ആദ്യമേ കൂട്ടുന്നു. പിന്നെ എത്രയാ? 20% കൂട്ടുന്നു. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിലുള്ള പെർസെൻറ്റേജ് ചേഞ്ച് എന്താണെന്ന് ചോദിക്കാം. ഓക്കെ അല്ലേ? മൊത്തത്തിലുള്ള പെർസെൻറ്റേജ് ചേഞ്ച് എന്താണെന്ന് ചോദിക്കാം. നമ്മൾ നോർമലി ഇത്രയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാ? ആദ്യമേ 100ൻ്റെ 10% കണ്ടുപിടിക്കണം അല്ലേ? 100ൻ്റെ 10% എന്ന് പറയുമ്പോൾ എത്രയാ? 10 തന്നെ ആയിരിക്കത്തില്ലേ? അപ്പോൾ ആദ്യമേ നമ്മൾ 10 കൂട്ടുന്നു അല്ലേ? അപ്പം 100ൻ്റെ കൂടെ 10 കൂടുമ്പോഴത്തേക്ക് എത്രയായി? 110 മാറി. കറക്റ്റ് അല്ലേ? ഇനി ഇതിന് ശേഷമാണ് ഈ 110ൽ നിന്നാണ് എത്ര കൂടാൻ പോകുന്നത്? നമ്മുടെ 20% കൂടാൻ പോകുന്നത്. സക്സസീവ് ആയിട്ട് കൂടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ഒരെണ്ണം കൂടി എത്തിയിട്ട് പിന്നെ അതിൽ നിന്നായിരിക്കും അടുത്ത കൂടാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ 110ൽ നിന്ന് 20% കൂടുന്നു. അപ്പോൾ 110ൻ്റെ എന്ത് കണ്ടുപിടിക്കണം? 20% കണ്ടുപിടിക്കണം. 110ൻ്റെ 20% എങ്ങനെ കണ്ടുപിടിക്കുന്നത്? പെർസെൻറ്റേജിനെ നമ്മൾ ജസ്റ്റ് എന്താക്കി കൊടുത്താൽ മതി? ഫ്രാക്ഷൻ ആക്കി കൊടുത്തത്. അപ്പം ഡിവൈഡഡ് ബൈ 100. ഓക്കെ അല്ലേ? 2 0 ഇവിടെ കട്ട് ചെയ്ത് പോകും. ഇല്ലടാ. അപ്പോൾ 11 ഇൻറ്റു 2 എത്രയായി? 22 കൂടി കൂടണം. അപ്പോൾ 110ഉം 22 കൂടുമ്പോൾ എത്രയാണ്? 132 എന്ന് വരും. അതായത് 100 എന്ന് പറയുന്നത് എന്തായി മാറി? 132 മാറി. അതായത് കൂടിയത് എത്രയാ? 32 അല്ലേ? 32 ഡിവൈഡഡ് ബൈ 100. 100ൽ നിന്ന് 32 കൂടി ഇൻറ്റു 100. അപ്പോൾ 100ഉം 100ഉം വെട്ടാം. നമുക്ക് എത്രയെന്ന് കിട്ടും? 32% എന്ന് കിട്ടും. ഇൻക്രീസ് ആയത് എത്രയാണെന്ന് പറയാം? 32% പറയാം. ഓക്കെ അല്ലേടാ? ഇതിന് നമ്മൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെടാതെ നമുക്ക് കാരണം എന്താ? നമുക്ക് എത്ര പെർസെൻറ്റേജ് കൂടിയെന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അപ്പം അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമുക്കെന്താ? സക്സസീവ് ആയിട്ട് കൂടുന്നതിനും കുറയുന്നതിനും എല്ലാം എന്താ? ഒരു ഫോർമുല പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്താ? ഫോർമുല എന്ന് പറയുന്നത് A+B+AB/100. അതായത് എ എന്ന് പറയുന്നത് ആദ്യത്തെ പെർസെൻറ്റേജും ബി എന്ന് പറയുന്നത് അടുത്ത പെർസെൻറ്റേജ്. അപ്പോൾ A+B+AB/100. ഓക്കെ അല്ലേടാ? അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് എത്രയാ? 10 പ്ലസ് 20 പ്ലസ് എന്താ? 10 ഇൻറ്റു 20/100. കറക്റ്റ് അല്ലേ? ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്. ആ 2 0 വെട്ടിക്കളഞ്ഞൂടെ? പിന്നെ 1 ഇൻറ്റു 2. അപ്പോൾ എത്രയായി? 2 എന്നായി. 10ഉം 20ഉം കൂട്ടുമ്പോൾ എത്രയാ? 30. 30ഉം 2 കൂടി കൂട്ടുമ്പോൾ എനിക്ക് എത്രയെന്ന് കിട്ടും? 32 എന്ന് കിട്ടും. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് സോൾവ് ചെയ്ത സംഭവമല്ലേ നമുക്ക് ഒറ്റയടിക്ക് കിട്ടിയത്? എന്താ? 32% എന്ന് വരും. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമുക്കെന്താ? ഇനി തൊട്ട് ചെയ്യുന്ന സമയത്ത് ഈ സക്സസീവിൻ്റെ ഫോർമുലയും കൂടെ ഉപയോഗിക്കാം. ഇത് നമുക്ക് കൂടുമ്പോൾ മാത്രമല്ല, വേണമെങ്കിൽ എന്താ? കുറയുന്ന സമയത്ത് ഉപയോഗിക്കാം. 2 പെർസെൻറ്റേജുകൾ കുറയുമ്പോഴോ അല്ലെങ്കിൽ 1% കൂടിയിട്ട് 1% കുറയുമ്പോഴോ അങ്ങനെയെല്ലാം നമുക്കെന്താ? 2 ഇതായിട്ട് സക്സസീവായിട്ട് പറയുന്ന കേസിലെല്ലാം നമുക്കെന്താ? ഈ ഒരു ഫോർമുല ഉപയോഗിക്കാം. പക്ഷേ കുറയുന്ന കേസാണ് പറയുന്നതെങ്കിൽ നമ്മളെന്താ? പെർസെൻറ്റേജിന് മൈനസ് വാല്യൂ ഇട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞില്ലേ? 40% കുറയുമ്പോൾ മൈനസ് ഇടുമെന്ന് പറഞ്ഞില്ലേ? അതേപോലെ മൈനസ് വാല്യൂ ഇട്ട് കൊടുക്കാൻ നോക്കണം. ഓക്കെ അല്ലേ? അതായത് ഇപ്പം ഞാൻ ആദ്യമേ 10% കുറയ്ക്കുന്നു, പിന്നെയാണ് 20% കൂട്ടുന്നതെന്ന് പറയുന്നതെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ എഴുതണമായിരുന്നു. -10 + 20 പ്ലസ് -10 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതണമായിരുന്നു. ഓക്കെ അല്ലേ? ഇപ്പോൾ വീണ്ടും പൂജ്യങ്ങൾ കട്ട് ചെയ്ത് കളയുന്നു. ഇവിടെ എത്രയാ? -2 എന്ന് വരും. 20 ഒരു -10 ഒരു -2. അതായത് 20ൽ നിന്ന് 12 കുറയ്ക്കുന്നു. അപ്പോൾ എത്രയെന്നായി? 8% എന്ന് വരും. അപ്പം നമുക്ക് +8 കിട്ടിയത്. അതുകൊണ്ട് തന്നെ 8% കൂടുതലായിരിക്കും എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു വട്ടം കുറഞ്ഞും പിന്നെയും കൂടിയെന്ന് പറഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല. എന്താ? ജസ്റ്റ് ഈ ഒരു ഫോർമുല മാത്രം നമ്മളെന്താ? ഓർത്തിരുന്നിട്ട് കൂടുന്നതാണെങ്കിൽ നമ്മൾ പ്ലസ് എന്നും കുറയുന്നതാണെങ്കിൽ നമ്മളെന്താ? മൈനസ് എന്നും പറഞ്ഞ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ അല്ലേടാ? കുഴപ്പമില്ലല്ലോ?
ഓക്കെ അല്ലേ? അപ്പം ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള പെർസെൻറ്റേജിന്റെ കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. പിന്നെ 1-2 കാര്യങ്ങളും കൂടി ഉണ്ട്. അത് നമുക്ക് പോകെ പോകെ എന്താ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്തിൽ പറഞ്ഞുതരാം. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു നമ്പറിന്റെ 10% കൂടിയെന്ന് വെച്ചോ, നമ്മൾ എപ്പോഴും ഏതൊരു നമ്പർ എന്ന് പറയുന്നതും അതിനെ നമ്മൾ എപ്പോഴും 100% കൺസിഡർ ചെയ്യുന്നത്. ഒരു നമ്പറിനെ നമ്മൾ എപ്പോഴും 100% എന്നും പറഞ്ഞായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ 10% കൂടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100ന്റെ കൂടെ 10% അല്ലേ കൂടുന്നത്? അതായത് എത്രയാ? ആ നമ്പറിന്റെ 110% ആവുന്നെന്നായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായ? എപ്പോഴും നമ്മൾ കണക്ക് ചെയ്യുമ്പം ഒരു സംഖ്യ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എത്രയാ? 100% എന്നും പറഞ്ഞാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഇത്ര ശതമാനം കൂടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 100 പ്ലസ് ആ പെർസെൻറ്റേജ് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അതേപോലെ ഒരു 20% ഒക്കെ കുറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 100ൽ നിന്ന് 20 കുറയുന്നു. അപ്പൊ ബാക്കി 80% എന്ന് പറയാം. മനസ്സിലായില്ലേ? അപ്പൊ എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ പറയുമ്പോൾ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്താ? 100%, അതായത് ബേസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും 100% ഇട്ടിട്ടായിരിക്കും നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും നമ്മൾ പഠിച്ചതായിരുന്നു എന്താ? പെർസെൻറ്റേജിന്റെ ബേസിക് കൺസെപ്റ്റുകളും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളുടെ പെർസെൻറ്റേജ് ഫ്രാക്ഷൻ കൺവേർഷൻ ആയാലും സക്സസീവിൻ്റെ എടുക്കുന്നത് എങ്ങനെയാണെന്നും അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൺവേർഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്രയും പഠിച്ച നമ്മൾ പെർസെൻറ്റേജിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൺസെപ്റ്റുകൾ വെച്ചിട്ടുള്ളതായിട്ടുള്ള എന്താ ഈസി ക്വസ്റ്റ്യൻസ്, മോഡറേറ്റ്, ഹാർഡ് ലെവൽ തുടങ്ങിയ ക്വസ്റ്റ്യൻസ് എന്താ നമുക്ക് അടുത്ത സെഷൻസ് തൊട്ട് വർക്കൗട്ട് ചെയ്ത് തുടങ്ങാം. PYQ ക്വസ്റ്റ്യൻസ്. അതിനോടൊപ്പം തന്നെ 1-2 ചെറിയൊരു കൺസെപ്റ്റും കൂടി പറയാനുണ്ട്. അപ്പോൾ അതെന്താ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.